കാർഷിക വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തികാവസ്ഥ എണ്ണി പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പരിഗണിക്കാനാവില്ലെന്ന ന്യായീകരണവുമായി ധനമന്ത്രി കൂടിയായ അജിത് പവാർ കർഷകരെ കൈയൊഴിയുന്നത്. മഹാരാഷ്ട്രയുടെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാണെന്നും കാർഷിക വായ്പകൾ എഴുതിത്തള്ളാനാവില്ലെന്നുമാണ് ധനമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ പറയുന്നത്. कर्जमाफी जाहीर केलेली आहे. आज तारीख आहे 28. मी या कार्यक्रमाच्या निमित्तानं महाराष्ट्रातल्या जनतेला स्पष्ट सांगतो, 31 तारखेच्या आत आपापले पैसे भरा. മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യകൾ കൂടുന്നതിനിടയിലാണ് ധനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മഹായുദ്ധ സഖ്യത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അധികാരം ലഭിച്ചതിന് പിന്നാലെയാണ് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പിൻവലിച്ച് കർഷകരെയും കൈയൊഴിയുന്നത്. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണെന്ന് പറഞ്ഞാണ് ധനമന്ത്രിയുടെ ന്യായീകരണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കാനാവില്ലെന്നും അജിത് പവാർ വ്യക്തമാക്കി. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മഹായുദ്ധ സഖ്യം കൊട്ടിഘോഷിച്ച വാഗ്ദാനങ്ങളിൽ പലതും അധികാരം ലഭിച്ചതിന് പിന്നാലെ നൽകാനാവില്ലെന്ന ന്യായീകരണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.